അനശ്വരമായി
ഈ അമ്മച്ചി 113 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുവാനിടയാക്കിയ ദൈവത്തെ മാത്രമല്ല, അമ്മച്ചിയുടെ ഭാഗ്യം എന്ന് വേണം പറയാൻ. ഈ 113 വയസ്സ് വരെയും ജീവിച്ചിരിക്കാനുള്ള അവസരം ദൈവം കൊടുത്തത് അമ്മച്ചിയുടെ നല്ല ജീവിത ക്രമത്തിൽ കൂടിയാണെന്നുള്ളതും ദൈവത്തിലുള്ള ആശ്രയത്തിൽ കൂടിയാണെന്നുള്ളത് സത്യമാണെങ്കിൽ തന്നെയും അവർ ഈ പ്രായം വരെ ശുശ്രൂഷിച്ച അവരുടെ മക്കൾ ആണ് സത്യത്തിൽ അവരെ ഈ ആയുസ് വരെയും നിലനിൽക്കുവാനായിട്ട് യോഗ്യരാക്കിയത് എന്നുള്ളത് ഈ സമയത്ത് ഓർത്തുകയാണ്. പ്രത്യേകമായിട്ട് എനിക്ക് തത്സമ്മ മേഡത്തിനെ ഇഷ്ടപ്പാടി പള്ളിയിരിക്കുമ്പോഴുള്ള ആ പരിചയം മേഡം എപ്പോഴും പറയുമായിരുന്നു. എവിടെയെങ്കിലൊക്കെ പോയാൽ ഉടനെ എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം, അമ്മ തന്നെയേ ഉള്ളൂ, മേഡത്ത് ആരും ഇല്ല എന്ന് പറഞ്ഞ് ഓടി വരുന്നതായ ഒരു സ്നേഹം ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പരിചരണവും ശുശ്രൂഷയും ഒക്കെയാണ് അമ്മയ്ക്ക് അനുഗ്രഹമായി തീർന്നത് എന്നുള്ളത് ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ദൈവം അമ്മച്ചിയെ വിളിച്ചു. അമ്മച്ചിയുടെ മധ്യസ്ഥതയിൽ നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും കണ്ടുപരിചയമുള്ള പേരുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. മേഡത്തിന് മാത്രമാണ് ഞാൻ എപ്പോഴും കാണാറും പേരും ഓർത്തിരിക്കുക. കാരണം പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതുപോലെ തന്നെ മറ്റ് നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഒത്തിരി അധ്വാനിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന ശ്രീമതി വത്സമ്മ അവരുടെ കുടുംബത്തിന് അമ്മച്ചിയുടെ വേർപാടിലുള്ള ദുഃഖം സഹിക്കുവാനുള്ള ക്രമതയും നൽകട്ടെ. അമ്മച്ചിയെ കർത്താവ് തന്റെ രണ്ടാമത്തെ വരവിൽ നല്ല വലതുഭാഗത്ത് നിർത്തുവാനിടയാകട്ടെ എന്ന ഈ സമയത്ത് ആശംസിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛന്റെ പേരിലും എന്റെ വ്യക്തിപരമായ നാമത്തിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഇടപെടാതെ
On.
ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. വേർപാട് നിൽക്കുന്നതായിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ദൈവം തരാൻ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണം ഏത് പ്രായത്തിലും ഏത് സമയത്തിൽ വന്നാലും നമുക്ക് ദുഃഖമുണ്ട്. ചെറുപ്രായത്തിലായാലും നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെട്ടാലും വാങ്ങിപ്പോയാലും നമുക്ക് കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, സാക്ഷ്യക്കാർക്ക് അത് സങ്കടമുണ്ടാക്കുന്നതാണ്. പ്രിയ അമ്മശി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നല്ല ഒരു ആയുസ് പ്രിയ അമ്മച്ചിക്ക് ദൈവം കൊടുത്തു. 100-ലധികം വയസ്സ് നല്ല ആരോഗ്യത്തോടുകൂടി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഇന്ന് നാം ചുറ്റുപാടും ദൃശ്യമാധ്യമങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ ആളുകൾ പെട്ടെന്നുള്ള മരണം പിടിപെട്ട് വാങ്ങിപ്പോകുന്നവർ അനേകർ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ പ്രിയ അമ്മച്ചിക്ക് 13 വയസ്സ് കാലം ജീവിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. അത് നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുവാനും പ്രവർത്തിക്കാനും ദൈവം സഹായിച്ചതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പൗലോസ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രത്യാശ വെച്ച ഏവർക്കും കൂടെ. പ്രിയ അമ്മശിയുടെ ഈ ലോക ജീവിത യാത്ര ഏറ്റവും വിജയകരമായിട്ട് ധന്യകരമായി പൂർത്തീകരിച്ച് കർത്താവിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും അമ്മശിക്ക് കൊടുക്കുവാനുള്ളത് ഒരു നല്ലൊരു യാത്രയായിട്ട് മാത്രം അവശേഷിക്കുകയാണ്. അത് പ്രത്യാശയോട് കൊടുക്കുവാൻ ദൈവം വരാൻ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ മരണമൊക്കെ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഇതേപോലെ ഒരു ദിവസം കിടക്കേണ്ടവരാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ മരണം എപ്പോൾ ഏത് സമയത്ത് വരുമെന്ന് അറിയത്തില്ല എങ്കിലും ഒരുക്കത്തോടുകൂടി ആയിരിക്കാൻ എപ്പോൾ എന്റെ കർത്താവ് എന്നെ വിളിച്ചാലും അവനോടൊപ്പം ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയും വിശ്വാസവും ഉറപ്പും നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് അവനോടൊപ്പം ചെയ്യുവാനായിട്ട് സാധിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. പ്രിയ അമ്മശിയുടെ നല്ല ജീവിതം ഓർത്ത്, നല്ല സാക്ഷ്യത്തെ ഓർത്ത്, നല്ല ജീവിതത്തെ ഓർത്ത് ദൈവത്തെ നന്ദി കരയറ്റുകയാണ്. മക്കള്, കൊച്ചുമക്കള്, അവരുടെ മക്കള്, അവർക്കൊക്കെ ദൈവം അതിനെ കൃപ ചെയ്യട്ടെ. അമ്മശിയുടെ നല്ല മാതൃകകൾ പിന്തുടർന്നുകൊണ്ട് കർത്താവിനോട് തുടർന്നും മക്കൾക്കൊക്കെ ജീവിക്കാനും പ്രവർത്തിക്കാനും കർത്താവ് സഹായിക്കട്ടെ. എല്ലാവിധമായിരിക്കുന്ന ദുഃഖവും അനുശോചനവും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഈച്ചിറമ്പാടി നെല്ലിയാടി ഇടവക അംഗങ്ങളുടെ പേരിലുള്ള അനുശോചന ദുഃഖവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. ദൈവമായ കർത്താവ് കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ. പ്രത്യാശയോടുകൂടെ ശ്രീ അമ്മച്ചിയെ നമുക്ക് ഈ ദിവസം യാത്രയാക്കുവാനായിട്ട് ഒരുങ്ങാം. അതിന് ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് തലകളെ വണക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നീ ചെയ്യുന്ന നന്മകളെ ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുകയാണ്. നീ ഞങ്ങൾക്ക് ഈ ഭൂപരപ്പിൽ ജീവിപ്പാൻ നല്ല ആയുസ്സിനെ തരുന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോഴും അതിനാവശ്യമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. നന്ദിയ അമ്മച്ചിയെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, എന്നെ വാഴ്ത്തുകയാണ്. നല്ല ഒരു ജീവിതം, നല്ല ഒരു കുടുംബം, നല്ല കർത്താവേ പ്രത്യാശയുടെ ജീവിതം നീ കൊടുത്തനായിട്ട് നന്ദിയോടെ സ്തോത്രം. മികച്ച നിലയിൽ തന്റെ ആയുസ് കർത്താവിനോട് പൂർത്തീകരിപ്പത്തക്കവണ്ണം സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ പലവിധമായിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ
കണ്ണുനീരും ദുഃഖവും മുറവിളിയും ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക് അമ്മച്ചിക്ക് എടുക്കപ്പെടുവാൻ, ക്രിസ്തുവിൽ ഭരിക്കുവാൻ സഹായിച്ചു കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയാണ്. നല്ലൊരു ആയുസ് കൊടുത്തല്ലോ, നന്ദിയോടെ സ്തോത്രം. അത് നല്ല ആരോഗ്യത്തോടെ പൂർത്തീകരിപ്പാൻ നീ സഹായിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് പ്രിയ അമ്മച്ചിക്ക് പ്രത്യാശപരമായ ഒരു യാത്രയിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വീണ്ടും അമ്മച്ചിയെ കാണാമെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾക്ക് ആയിരിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കായിട്ട്, കൊച്ചുമക്കൾക്കായിട്ട്, മരുമക്കൾക്കായിട്ട്, കൊച്ചു മക്കൾക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുകയാണ്. അവരൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന. നല്ലൊരു കുടുംബം കൊടുത്തല്ലോ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണം. തലവണക്കിയവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ബന്ധുക്കള്, സാക്ഷ്യക്കാര്, കർത്താവ് സഹോദരങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ നീ ബലപ്പെടുത്തണം, ആശ്വാസം കൊടുക്കണം. കർത്താവിന്റെ നിറയ്ക്കുമാറാകണമെന്ന് ഞാൻ അങ്ങയുടെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആശീർവദിക്കുമാറാകണം. സകല മാനവത്വം അങ്ങേക്ക് മാത്രം അർപ്പിക്കുകയാണ്. യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥനകൾ എത്തുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും സംരക്ഷണവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും പ്രിയ കുടുംബാംഗങ്ങളോടൊപ്പം തുടർന്ന് നടക്കപ്പെടുന്ന എല്ലാ ശുശ്രൂഷയോടൊപ്പം നാം ഏവരോടൊപ്പം കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
പ്രിയമുള്ളവരെ, നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ശുശ്രൂഷ നടത്തുവാൻ പോവുകയാണ്. ദയവ് ചെയ്ത് അടുത്ത ബന്ധുക്കൾ ഈ സൈഡിൽ ഇരിക്കുക. ബാക്കിയുള്ളവര് ഒന്നെങ്കിൽ ആ മൂലയ്ക്ക് മാറി നിൽക്കുക. കാരണം വരുന്നവർക്ക് ബോഡി ദർശിക്കുവാനൊക്കെ സൗകര്യം കൊടുക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ആരും വാതിൽക്കൽ നിൽക്കരുത്. വാതിൽക്കൽ ദയവ് ചെയ്ത് സ്ഥലം എടുക്കുക. വരുന്നവർക്ക് കാണുവാൻ. ബാക്കിയുള്ള ശുശ്രൂഷയെ സംബന്ധിക്കുന്നവർ അവിടെ പോയി നിൽക്കുക, അങ്ങോട്ടേക്ക് നിൽക്കുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മലങ്കര ആരാധനാ ക്രമപ്രകാരം 4 ശുശ്രൂഷകളാണ് നമുക്ക് മൃതസംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അതിൽ ഭവനത്തിന്റെ ഉള്ളിൽ വെച്ച് നടത്തപ്പെടുന്ന രണ്ടാമത്തെ ശുശ്രൂഷയാണ് നാം ഇപ്പോൾ ഇവിടെ നടത്തുക. നമുക്ക് ഏറ്റവും ഭക്തിയോടുകൂടി ഈ പ്രിയപ്പെട്ട ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദീർഘായുസ് ദൈവം നൽകിയത് ഏറ്റവും വിശ്വസ്തയോടെ ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തുവാൻ തക്കവണ്ണം ഈ പ്രിയമാതാവ് കാണിച്ച വിശ്വാസവും വിവേകവും ബോധ്യവും സ്വർഗത്തിൽ കർത്തൃസന്നിധിയിൽ അവിടുത്തെ മണവറയിൽ പ്രവേശിക്കുവാനുള്ള സ്വർഗഭാഗ്യം ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകമായ വിധം പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ തന്നെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തും വിധം ഈ പ്രാർത്ഥനകളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ,
പിതാവേ, ശരീരപ്രകാരം മരിച്ച നല്ലവനും മരണരഹിതനുമായ കർത്താവേ, നിന്റെ കാരുണ്യത്തിലുള്ള ശരണത്തിൽ നശ്വരലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഈ ദാസിക്ക് പരിപൂർണമായ ആത്മാവിശ്രാന്തി നൽകണമേ. നിന്റെ രാജകീയ ഭവനത്തിലെ വിരുന്നിൽ അതിരോടൊപ്പം ഈ ദാസിയെ ഇരുത്തണമേ. എന്തെന്നാൽ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനും എന്നേക്കും സുഗന്ധനുമായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവമേ, നീ നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമാകുന്നു. മോറൻ വാലോഹായ് ലവൽ മീ എന്നാത്മാവേ നാഥനെ വാഴ്ത്തുക. ഹല്ലേലൂയ. മറക്കരുതവനുടെ ഉപകാരങ്ങൾ. രക്ഷിച്ചിടും. ഹല്ലേലൂയ. നിൻ രോഗങ്ങളെ സൗഖ്യവുമാക്കും. ബാരക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചും എന്റെ രക്തം പാനം ചെയ്തും എന്റെ വിശ്വാസമയം നിരം അവരിൽ ഞാനും അവസാന ദിനത്തിൽ അവനെ എഴുന്നേൽപ്പിക്കും എന്നേവം അരുളി ചെയ്തൊരു ദേവേശ. ദാസിക്കുത്ഥാനം നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. ഇടപെടാതെ അർപ്പിക്കുവാൻ യോഗ്യന്മാരായി തീരണമേ. നാശത്തിൽ വിതയ്ക്കപ്പെടുന്നവയെ നാശമില്ലാത്തവയായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവമതിയിൽ വിതയ്ക്കപ്പെടുന്നവയെ മോഹത്തോട് ജീവിപ്പിക്കുന്നവനും പ്രണാമമായ ദൈവങ്ങൾക്ക് ആത്മീയ അവസ്ഥ നേടിക്കൊടുക്കുന്നവനുമായ ജ്ഞാനിയായ സൃഷ്ടാവും സ്വസ്ഥനും നവോത്ഥാനവുമായ കർത്താവേ, നിന്നെ നാം ഓർത്തമാക്കപ്പെടുത്തണം. കരുദാസുടെ സംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്ത്രീ ബഹുമാനം ആരാധനയും യോഗ്യമാകുന്നു. മരണമില്ലാത്ത ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ പ്രകൃതിയുടെ സൃഷ്ടാവും നാഥനും ഈയുള്ളവരും മരിച്ചവരുമായ സകലരുടെയും ആത്മാക്കളെ സ്വകരങ്ങളിൽ വഹിച്ചിരിക്കുന്നവനുമായ പുണ്യവാന്മാരുടെ പ്രത്യാശയമായ കർത്താവേ, നീ ഓരോരുത്തരും അവനവന്റെ രക്ഷയ്ക്ക് ആവശ്യമായത് കൊടുക്കുന്നു. അപരിമയമായ നിരപരിപാലനയായ ലോകത്തിലുള്ള ദാസിയുടെ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നുവല്ലോ. ഇനി അനുഗ്രഹ
സമൃദ്ധിയാലും മാതൃകരുണയാലും അനുയാത്ര ചെയ്യുന്ന സമാധാന ദൂതന്മാർ മുഖാന്തരം ഈ ദാസിയെ നീ സ്വീകരിക്കണമേ. ഈ ദാസി മനസ്സും കൊണ്ടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ചെയ്തിട്ടുള്ള തെറ്റുകളെയും പാപങ്ങളെയും നീ പരിഹരിക്കണമേ. ഞങ്ങളെല്ലാവരെയും കൂടിയാണെന്നും പാപത്തിലാണെന്നും നീ അറിയുന്നുവല്ലോ. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ നിന്റെ മുൻപാകെ കുറ്റമറ്റവരാരുമില്ലെന്നും ഭൂമിയുടെ പാപം കൂടാതെ ഒരു നാഴിക പോലും കഴിയുവാൻ ഞങ്ങൾക്ക് ത്രാണിയില്ലെന്നും നീ ഓർക്കണമേ. എങ്കിലും കർത്താവേ, ഞങ്ങളുടെ സങ്കടപൂർണമായ ആചരണ നിമിത്തം നിന്റെ കൃപയെ മനുഷ്യപ്രീതി ദാസിക്ക് നീ കൊടുക്കുമാറാകണമേ. പ്രകാശഭവനങ്ങളിലും സ്വർഗീയ യെരൂശലേമിൽ വേണ്ടപ്പെട്ട ആദിജാതന്മാരുടെ സംഘത്തിലും ഈ ദാസിയെ നീ ആശ്വാസമേതം വസിപ്പിക്കണമേ. കർത്താവേ, നീ സത്യമായി അരുളി ചെയ്ത പ്രകാരം മഹാശക്തിയോടും മഹത്വത്തോടും കൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളുകയും വിശുദ്ധമാലാഖമാർ മുഖാന 4 ഭാഗങ്ങളിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൂട്ടിച്ചേർക്കുകയും സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കബറിലുള്ളവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഈ ദാസിയെ കരുണാപൂർവ്വം ഓർമ്മിക്കുമാറാകണമേ. ഭയങ്കരമായ നിന്റെ സിംഹാസനത്തിന്റെ അരികിൽ ഈ ദാസിയുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവർത്തികൾ നിന്റെ കരുണ മൂടിക്കളയുമാറാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തൃക്കൈകൊണ്ട് ഞങ്ങളെ നീ മെനഞ്ഞുണ്ടാക്കി. ഞങ്ങൾ നശിച്ചുപോയപ്പോൾ വിശുദ്ധ കക്ഷാനുഭവങ്ങൾ ഞങ്ങളെ നീ അതിനാൽ രക്ഷിച്ചു. നിന്റെ തിരുശരീര രക്തങ്ങൾ ഞങ്ങളെ നീ പങ്കുകാരാക്കി. ഞങ്ങളുടെ വചനപ്രകാരം പ്രവർത്തിക്കനുസരണവും ഞങ്ങളെ നീ വിധിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതാ ദുരിതം. ആകയാൽ ഉത്തമനും ദയാലുമായവനെ മനസ്സിലുണ്ടായി ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഭാവികളെ നല്ല അന്ത്യത്തിനും അവസാന നാളിൽ നിന്റെ മുൻപാകുള്ള മുഖപ്രസന്നതയ്ക്കും അർഹയാക്കണമേ. മനുഷ്യരെ സ്നേഹിക്കുന്നവനും സകലരോടും കരുണ ചെയ്തവനുമായ കർത്താവേ, നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ഞങ്ങൾ സമർപ്പിക്കുവാൻ യോഗ്യരാകണമേ. ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടിലും നീക്കുന്ന നാം പ്രാപിക്കുമാറാവട്ടെ. സ്വകീയാംഗ്യം പ്രിയരേ, ആത്മത്തെ തനുവിൽ നിന്നും നീക്കിടുവാൻ മാലാഖകളെ വീട്ടിടും സമയം ഘോരം. ദൂതന്മാരെ അകലേക്കൻ ആത്മാനഗവാസികളെ ശരണം പ്രാപിച്ചിട്ടുടനെ തൻ ചരിതം പരിശോധിപ്പൂ. കർത്താവേ, നിൻ തിരുമേയും ശോണിതവും നീ അവനേകി. ന്യായസ്ഥാനേ അവരണ്ടും ധൈര്യമെനിക്കേകും നോരം. ശുദ്ധന്മാതൻ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ നിത്യം പാടും. തിരുലിഖിതത്തിൽ പറയുമ്പോൾ ഭുവനങ്ങൾ അഴിവാർന്നീടും. താരകൾ നിപതിക്കും ജ്യോതിർ ഗോളങ്ങൾ പ്രഭയില്ലാതാം. അന്തിമദിനമതിലെന്നാഥ നിൻ സ്തുതിഗീതം പാടിടുവാൻ ശുദ്ധരമൊന്ന എന്നെയും നിർത്തിയ
Ire
ഭവനത്തിൽ വെച്ചുള്ള രണ്ടാമത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. മൂന്നാമത്തെ ശുശ്രൂഷ ഭവനത്തിന്റെ മുറ്റത്തെ ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ വെച്ചാണല്ലോ നമ്മൾ നടത്തുക. ഭവനത്തിൽ വെച്ച് അടുത്ത ബന്ധുമിത്രാദികൾ ഈ മുഖശരീരത്തോട് ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഈ മുഖശരീരം ദേവാലയങ്ങളുടെ ഈ ഭവനത്തിന്റെ മുറ്റത്തെ ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ കൊണ്ടുപോകുന്നു. ഈ ഭവനത്തോട് വിട വാങ്ങി താൻ ജീവിച്ച ഈ ഭവനത്തോട് യാത്ര പറയുന്ന നിമിഷമാണിത്. ദേവാലയത്തിലേക്കുള്ള തന്റെ അവസാനത്തെ ആ വലിയ യാത്രയ്ക്ക് ഈ മകൾ ഒരുങ്ങി ദൈവസന്നിധിയിലേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഏറ്റവും അടുത്ത നിമിഷങ്ങളാണിത്. ഈ ഭൗതിക ശരീരം അടുത്ത ശുശ്രൂഷയ്ക്കായി ഭവനത്തിന്റെ മുറ്റത്ത് ക്രമീകരിക്കുമ്പോൾ ഈ ഭവനത്തോട് യാത്ര പറഞ്ഞ ഈ ദാസി പിന്നീട് ഈ നാടിനോടും നാട്ടുകാരോടും ഒക്കെ പ്രിയപ്പെട്ടവരോടൊക്കെ യാത്ര പറയുന്ന നിമിഷമാണ് മൂന്നാമത്തെ ശുശ്രൂഷ. ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളാക്കിയാലും ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനും ഫോട്ടോ എടുക്കുവാനും ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കൃത്യം 10 മണിക്ക് ആരംഭിക്കുന്ന വിധത്തിൽ മൂന്നാമത്തെ ശുശ്രൂഷ നമ്മൾ ക്രമീകരിക്കുന്നു. ഒരു പാട്ട് പാടാം. സുഖമാട്ടിടും പ്രിയ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ
സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു കാത്തിടുന്നു. മരുഭൂമി
എടുക്കാനുണ്ട്.
വീടിനകത്ത് അടുത്ത് വരുന്ന വീടിനകത്തുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിലാണ് അടുത്ത ബന്ധുക്കൾ അതുപോലെ തന്നെ അറിയിക്കാം. സൂക്ഷിച്ച് ആരെങ്കിലും കസേര എടുത്ത് ജീവൻ യാത്ര ചെയ്യും ജീവൻ വെച്ച്
എന്റെ താരൻ ചെയ്യുകയില്ല ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താരൻ ചെയ്യുകയില്ല എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ കഷ്ടമേറ്റ കർത്താവ് പ്രിയരെ, ഇപ്പോൾ പ്രാർത്ഥിക്കുവാനായി ഈ സംസ്കാര ശുശ്രൂഷയിൽ തന്റെ സാന്നിധ്യം വഴി പ്രാർത്ഥന വഴി നമ്മെ അനുഗ്രഹിക്കുവാനായി സ്നേഹം നിറഞ്ഞ ജൂബി കുഴനാപ്പുറത്തച്ഛൻ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ വിമലഗിരി ദേവാലയത്തിന്റെ സ്നേഹം നിറഞ്ഞ വികാരിയച്ഛൻ ഇപ്പോൾ ധൂപ പ്രാർത്ഥന നടത്തി നമുക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട ദാസിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. തുല്യം നരനുടെ നാൾകളോ ഹല്ലേലൂയ കുന്നിതു വയലിൽ പൂച്ചെടി പൂ പാർക്കുമോ നോലം മാതാമയോലം വൽവീരബി ശരണത്താലേനും കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ കവറിനും പറുദീസായിക്കായി ഗാത്രത്ത് ഭക്ഷിച്ചും നിൻ വിലയേറും രക്തകാസ
മൃഗരും കൈക്കൊണ്ടിടേണം. പ്രിയമുള്ളവരെ, ഈ സമയത്ത് പ്രിയപ്പെട്ട ജൂബി അച്ഛനെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. കടന്നു വരികയും പ്രാർത്ഥിക്കുകയും കുടുംബത്തിന്റെ ഈ വിഷമത്തിൽ കുടുംബത്തോട് ചേർന്ന് സാന്നിധ്യം വഴി, പ്രാർത്ഥന വഴി, അനുഗ്രഹം വഴി ഇവിടെ ആയിരിക്കുന്ന അച്ഛനോടുള്ള ഇടവകയുടെ കുടുംബത്തിൻ്റെതായ നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ പ്രത്യേകം അറിയിക്കുന്നു. നമുക്കിപ്പോൾ ഒരു പ്രത്യാശ ഗീതം പാടാം. സമയമാന്ത്യത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ ആകയാൽ മാത്രം എന്റെ യാത്ര തീരുവാൻ. ആകയാൽ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം കാണും ഞാൻ
അല്പവേളം ദാഹിക്കൂ. അതിശേഷം പലയത്ര മധുരം അതിശേഷം പലയത്ര മധുരം വേണ്ട വേണ്ട പ്രദേശം അല്ല എന്നെ പാർപ്പിടണം. വേണ്ട വേണ്ട പ്രദേശം അല്ല എന്നെ പാർപ്പിടണം. സ്ഥിരമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ. നിത്യമായോ വാസസ്ഥലം എനിക്കുണ്ട് സ്വർഗ്ഗത്തിൽ. ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവപാരോദീസയിൽ. ജീവവൃക്ഷത്തിന്റെ ഫലം ദൈവപാരോദീസയിൽ. എന്റെ ഈരിൽ പലരായി ദൈവദൂതർ വരുന്നു. എന്റെ ഈരിൽ പലരായി ദൈവദൂതർ വരുന്നു. വേണ്ടുപോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വേണ്ടുപോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ശൂദ്രന്മാർക്കും വെളിച്ചത്ത് ഉള്ളവകാശത്തിൽ. ശൂദ്രന്മാർക്കും വെളിച്ചത്തിൽ ഉള്ളവകാശത്തിൽ. അങ്കുതന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. അങ്കുതന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. സമയമാർഗ്ഗത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമദീന ബന്ധപ്പെട്ടോടിടുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ. എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറക്കരുതേ. അങ്ങ് എനിക്ക് ചെവിച്ചായിക്കണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരം കരുളണമേ. എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു. എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു. എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു. കരഞ്ഞു കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്, വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും. ഞാൻ ഉറക്കമാരാതെ കിടക്കുന്നു. പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാകിയാണ് ഞാൻ. എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു.
എന്നെ വൈരികൾ എന്റെ പേര് ചൊല്ലി ശമിക്കുന്നു. ചാരം എന്റെ ആഹാരമായി തീർന്നു, എന്റെ പാനപാത്രത്തിൽ കണ്ണുനീർ കലരുന്നു. അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ട് തന്നെ അങ്ങനെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. സായാഹ്നത്തിലെ നിഴൽ പോലെ എന്റെ ദിനങ്ങൾ കടന്നു പോകുന്നു, പുല്ലുപോലെ ഞാൻ വാടിക്കരിഞ്ഞു പോകുന്നു. കർത്താവേ, അങ്ങ് എന്നേക്കും സിംഹാസനസ്ഥനാണ്. അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. എന്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ, അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ മൂന്നാമത്തെ ശുശ്രൂഷ നടത്തുകയാണ്. ഈ ഭവനത്തിന്റെ മുറ്റത്ത് നടത്തപ്പെടുന്ന ഈ മൂന്നാമത്തെ ശുശ്രൂഷ തീർച്ചയായും ഈ വീടിനോടും വീട്ടുകാരോടും ഈ പ്രദേശത്തോടും ഈ നാടിനോടും ഈ അമ്മ ഇത്രയും നാള് ജീവിച്ച് അധ്വാനിച്ച് ബന്ധങ്ങൾ പുലർത്തി വിശ്വാസത്തിൽ ജീവിച്ച ഈ പ്രദേശത്തോട്, പ്രത്യേകിച്ച് ഈ ഭവനത്തോട്, ഈ കുടുംബത്തോട് യാത്ര പറഞ്ഞ് ഈ അമ്മയുടെ നിത്യവാസസ്ഥലമായ ദേവാലയത്തിലേക്ക് പോകുന്നതിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കമായിട്ടാണ് മൂന്നാമത്തെ ശുശ്രൂഷ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാനായി ഇവിടെ ആയിരിക്കുന്നത് എത്രയും സ്നേഹം നിറഞ്ഞ ദാനിയേൽ കടകംപള്ളി അച്ഛനാണ്. നമ്മുടെ മൈനസ് സെമിനാരിയുടെ റക്ടറും ജോസ് ഗിരി ദേവാലയത്തിന്റെ വികാരിയുമാണല്ലോ സ്നേഹം നിറഞ്ഞ അച്ഛൻ. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഇടവകയുടെയും ഈ കുടുംബത്തിന്റെയും പേരിൽ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിപ്പോൾ പ്രാർത്ഥനയ്ക്കായി എഴുന്നേക്കാം. മൂന്നാമത്തെ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, നിന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞായി ആത്മാവിനു വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ദാസിയെ വീണ്ടുകൊള്ളണമേ. ഈ ദാസി നീതിമാന്മാരുടെ കൂട്ടത്തിൽ ജീവന്റെ ആസ്ഥാനം പ്രാപിക്കുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂടെ നീക്കും വസിക്കുകയും ചെയ്യുവാനിടയാക്കണമേ. നീ ജീവനെടുത്തിടുമ്പോൾ മൃതിയാ നീട്ടവർ ചേരും മണ്ണിൽ കർത്തൃമഹത്വം വാഴട്ടെന്നും. തൽക്രിയകളിലുടയോന്മോദിക്കും ബാറഖ്മോ മനോലം വാദാമല്ലോലം വൽ
സുതനെ മരണത്തിന്റെ പിടിയിലും രക്ഷിച്ചവനെ നാം ഒന്നായി വന്ദിക്കാം സ്തുതി പാടിയിടം നിതരാം പ്രിയരെ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. രാജാധിരാജാവും കർത്താധികർത്താവും മരിച്ചവരെ ആശ്വസിപ്പിക്കുന്നവനും കബറടങ്ങിയവരെ ഉയർപ്പിക്കുന്നവനും നിരാശരുടെ പ്രത്യാശയും മൺമറഞ്ഞവരുടെ അവലംബവും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കരയറ്റുകയും ചെയ്യുന്നവനും സർവരുടെയും ആത്മാക്കളെ തൃക്കൈകളിൽ വഹിക്കുന്നവനുമായ ദൈവമായ കർത്താവിന് സ്തുതി. ധനദാസിയുടെ മൃതസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. ദൈവമേ, ഞങ്ങൾ നിന്റെ കൽപ്പനകൾ ആചരിച്ച് നല്ലവരായി ജീവിക്കുവാൻ കൃപാപൂർവം നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ നീ സൃഷ്ടിച്ചു. പറുദീസായിലെ ആനന്ദം ഞങ്ങൾക്കായി നീ ഒരുക്കി. എന്നാൽ വിദ്വേഷിയായ സാത്താന്റെ വഞ്ചനയും അസൂയയും നിമിത്തം നിന്റെ നിയമം ഞങ്ങൾ ലംഘിച്ചതുകൊണ്ട് പറുദീസായിൽ നിന്നും ഞങ്ങൾ ഇതാ ബഹിഷ്കരിക്കപ്പെട്ടു. നിന്റെ സൃഷ്ടി വൈഭവത്താൽ ഭംഗിയായി സൃഷ്ടിക്കപ്പെട്ട ഞങ്ങളുടെ ശരീരം അത് എടുക്കപ്പെട്ട മണ്ണിലേക്ക് തിരിച്ചു ചേരുവാൻ നീതിപൂർവം ഞങ്ങളെ നീ വിധിച്ചു. ഈ കാരണത്താൽ തന്നെ പാപമരണത്തിന്റെ അധികാരം ഞങ്ങളിൽ ഉറപ്പായി രേഖപ്പെടുത്തി. എന്നാൽ നല്ലവനും കരുണ ഉള്ളവനുമായ കർത്താവേ, നിത്യമായ സ്നേഹാർദ്രത ഞങ്ങളിൽ നീ ചൊരിയുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹം മൂലം നീ മനുഷ്യാവതാരം ചെയ്യുകയും നിന്ദ്യമായ കുരിശിനെ നീ കരുണയോടെ ഏൽക്കുകയും ചെയ്തു. ഞങ്ങളെ അന്വേഷിച്ച് നീ അഗാധമായ പാതാളത്തിലേക്ക് ഇറങ്ങുകയും അതിന്റെ ബലമുള്ള വാതിലുകളും സാക്ഷികളും തകർത്ത് നാശകരമായ നിരാശയിൽ അകപ്പെട്ടിരുന്ന ആത്മാക്കളെ നീ വിടുവിക്കുകയും ചെയ്തു. നിന്റെ ആടുകളായി ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കും നിന്റെ ഭവനാവകാശത്തിലേക്കും നിന്റെ ആരാധനയിലേക്കും നീ തിരികെ വരുത്തി. ഞങ്ങൾക്ക് യാതൊരു അർഹതയുമില്ലാതിരിക്കെ നിങ്ങളെ അപേക്ഷിക്കുന്നതിനുള്ള ധൈര്യം നീ ഞങ്ങൾക്ക് തന്നു. ഈ മനോധൈര്യത്തോടു കൂടി എല്ലാ സ്ഥലത്ത് നിന്നും നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പൂർവികരെ ആത്മശരീര സംബന്ധമായി ഞങ്ങളോട് ബന്ധപ്പെട്ട പിതാക്കന്മാരും സഹോദരങ്ങളുമായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനകളും അപേക്ഷകളും ഞങ്ങൾ നിനക്ക് അർപ്പിക്കുന്നു. കരുണാപൂർവ്വം തെറ്റുകളെ നീ ക്ഷമിക്കണമേ. ഈ ദാസിയുടെ ആത്മാവിനെ നീ ആശ്വസിപ്പിക്കുകയും നിന്റെ പിതാവിനെ അനുഗ്രഹീത ഭവനങ്ങളിലേക്ക് ഈ ദാസിയെ ചേർക്കുകയും ചെയ്യണമേ. പുനരുത്ഥാനത്തിന്റെ മഹാദിവസത്തിൽ ഞങ്ങൾ എല്ലാവരും സന്തോഷസമേതം നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിക്കുവാനിടയാകണമേ. ബാറക്കുമാർ ഹോശാമ ബഖൂല സുബ്ഹാൻ ലവൽ മീൻ. ആമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നീക്കി നാം പ്രാപിക്കുമാറാകട്ടെ. നഗര കവാടത്തിൽ കൂടെ പോകും നേരം ഞാൻ കേട്ടൊരു നാദം, അരികെ ചെന്ന് ശ്രദ്ധിച്ചു നിന്നു ഭേദം തോന്നും നാദത്തെ. ബാലന്മാരെയും
വന്നോ എന്നോടോ നീ ഘോഷ മിണ്ടാതെ നീ ദർശിക്കും സൗന്ദര്യം പാദത്തിൽ പാഴായി മാനീടും രക്താംബരമണിയും നിവ തന്നോടി മൃത്യു തീർത്തും മാനിക്കും സൂര്യതുല്യം തെളിവാകും ഈ സൗന്ദര്യം പുല്ലിൻ പൊടിയിന്മേൽ തങ്ങും മഞ്ഞിനു തുല്യം സന്ധ്യാവേളയതിങ്കൽ വാടിയിടും പാതാളത്തിൽ പാഴായി തീർന്നിടും രൂപത്തിന്മേൽ കർത്താവേ ജീവൻ നൽകി പ്രവേറും വസ്ത്രം അണിയിക്കണം സ്തോത്രം ദേ സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവതമ്പുരാനെ കർത്താവേ തിരുസന്നിധിയിലേക്ക് നീ വിളിച്ചതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി തിരുവൻപാകം ഞങ്ങൾ സമർപ്പിച്ച ഈ ധൂപം സ്വീകരിക്കണമേ. സ്വർഗീയ യെരൂശലേമിലെ മോഹിനീയ വാസസ്ഥലങ്ങളിൽ ഈ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഈ ദാസി അർഹയാക്കണമേ. ഓശോ വകുലശുമാലവൽ മേ ദേവേശാനിൻ പരിചാരിക തന്നാത്മാതേ ശാന്തി സമേതം കൈക്കൊള്ള ഇവൾ തൻ കുറ്റം മോചിക്ക ഇവളെ വിധിക്കരുതേ നാഥ പിഴ തീണ്ടാത്തോ നീകൻ അപരാധികളർഹിച്ചിടും നരകത്തിനിവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറപൂകേണം മാർക്കുമോ സുമൂലപോലപെറുവൽ റൂഹുകാദീശോ മെൻവാലം വാദാമൽ വാലം വൽമീനാമീൻ വേണ്ടാമൃതിയെ ഗർവേദും മൃതരായോമേ അവരുടെ മേത്തല്ലില്ല നിന അധികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്താരം ചെയ്യും നോരും അവരങ്ങേദാസന്മാരും പങ്കാളികളും തനയരുമാം നിന്നിൽ നിന്നവരെ രക്ഷി ചേരിടും ഉന്നതരാജ്യം മുറിയോറാഹേ മേലൈനോ ആധാരേ കാന്തേനോ കാത്തോരാം കന്യാകമാരൊപ്പം ചേരും നീ സഹജേ
മൃത്യുനിമിത്തം പിരിയും നാൾ വരെയും നാരികളത്യധികം വേദനിൽ നാൾ പോക്കി വേദനയോട് സുതരേ പ്രസവിച്ചിടുന്നു. ജീവൻ പോയി പോയി പിരിയും മാതാവേ നോക്കിടുമാത്മജരിൽ നെടുവേ ഉയരുന്നു. തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ കേണിടുന്നല്ലോ. ഏതിനൊരാവം കേൾക്കുന്നോരെല്ലാം ഖേദത്താലവരോ ഒപ്പം കരയുന്നു. ദൂതൻ ചാരേവ നിന്നെ കൊണ്ടിഹ പോയി മാരകബാണത്താൽ എന്നിൽ ഭ്രമമേറ്റി നിർദ്ദയ പീഡകളാൽ മതിച്ചങ്കങ്ങൾ കാൺമീൻ മടിമൂന എന്നെ താടിച്ചാൻ ഞാനാശ്രയഹീന ഞാനയ്യോ വീണ നിൻ സൃഷ്ടിയെ നാഥ കൃപയാൽ പുതുതാക്ക. നിറഞ്ഞവളേ പുനരുദ്ധാനത്തിൽ നിന്നോട് സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. പാപം മോചിക്ക കുറ്റം മായിക്ക പരിശുദ്ധന്മാരോടൊപ്പം തവ സ്തുതികൾ നീതിവിധി ദിവസം ഇവൾ വാഴിടട്ടെ. വന്നവനും വരുവോ നമ്മതന്നുയരും സുതനെന്നു ശരീരാത്മാക്കൾ മക്കളിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. നരനുടെ നാളുകളോ ഹല്ലേലൂയ പൂക്കുന്നിത് കാദീശോ ശരണത്താലെ നിൻ കൃപയിൽ ഉയരേകുന്നോൻ രാജാ
എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിട്ടു മരിച്ചതു ഞാൻ. എന്നും കാത്താം തന്നരുളിന്റെ മഹത്വം മുറിയോറാകെ കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നോട് സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും ബ്രദരിൽ കനിയണമേ. അവരപരാഗത്തിൻ ദൈവമേ സഹാകൂടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോനും ബ്രദതന്നുയരും സ്തുതനെന്നു ശരീരാ. നമുക്ക് എഴുന്നേറ്റ് ആശീർവാദത്തിനായി തലകുനിക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളുടെ സംബന്ധിച്ചതായ നിങ്ങൾ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസികളായ മരിച്ചുപോയവരെയും പ്രത്യേകിച്ച് ദാസിയുടെ ആത്മാവിനെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനതയുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനമുൻപാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയുമാക്കി തീർക്കണമേ. കാദീശോ ഹോശോ വബകുലശുബാലവൽമീൻ. പ്രിയമുള്ളവരെ, ഈ തരുണത്തിൽ നന്ദിയുടെ ഒരു വാക്ക് പ്രത്യേകം നമ്മുടെ പ്രിയപ്പെട്ട ദാനിയേൽ കടകംപള്ളി അച്ഛനെ അറിയിക്കുന്നു. അച്ഛന്റെ സാന്നിധ്യം പ്രത്യേകിച്ച് ദുഃഖാർത്തരായിരിക്കുന്ന ഈ കുടുംബത്തെ ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ച, ദീർഘനാൾ ഈ ലോകത്തിൽ മാതൃകപരമായ രീതിയിൽ ജീവിച്ച് ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന പ്രിയപ്പെട്ട ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനെ ഇടവകയുടെ പേരിൽ, ശിഷ്യ ഈ കുടുംബത്തിന്റെ പേരിൽ ഏറെ നന്ദിയോടെ ഇപ്പോൾ ഓർക്കുന്നു. പ്രിയരെ, നമ്മുടെ ഈ സമയം ഈ ഭവനത്തോട് പ്രിയപ്പെട്ട അമ്മച്ചി യാത്ര പറയുകയാണ്. ഈ ഭവനത്തോട്, ഈ അയൽവക്കത്തോട്, ഈ നാടിനോട് പ്രിയപ്പെട്ട അമ്മച്ചി യാത്ര പറഞ്ഞ് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നടക്കുക. ദേവാലയത്തിൽ വെച്ച് അവസാനത്തെ ശുശ്രൂഷയായ 4ാം ശുശ്രൂഷ നടത്തപ്പെടുന്നു. ഇപ്പോൾ എല്ലാ ബന്ധുമിത്രാദികൾ, പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്ര ചുംബനം നൽകി, സ്നേഹ ചുംബനം നൽകി. നമ്മൾ എല്ലാവരും ദേവാലയത്തിലേക്ക് കടന്നു പോകണം. ആരും മൃതശരീരത്തിന്റെ പുറകിലല്ല, എല്ലാവരും മുൻപേ തന്നെ കടന്നുപോയി ദേവാലയത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ശവശരീരം ആംബുലൻസിൽ, അതിനുശേഷം ദേവാലയത്തിൽ എത്തിച്ചേർന്നാണ് കൃത്യം 11 മണിക്ക് ദേവാലയത്തിൽ വെച്ച് 4ാമത്തെ ശുശ്രൂഷ നമ്മൾ ആരംഭിക്കേണ്ടതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിൽക്കുന്നു അരികിൽ വാരിൻ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമൻ ബേർക്കായി പാടിടുവിൻ മൃതി
മാം വലഭാഗേ നിർത്തണമെന്നേ. മൽപ്രിയരെ സാക്ഷാൽ ഭയമുൾക്കൊള്ളുന്നേ അതിഭയപീഡകളൻ ചിത്തമിളക്കിടുന്നു ജഗദീരക്ഷകനാമിശിഹ ധ്രുവനൻ താഴ്വേട്ടതിനാൽ വേഗം ഞാൻ പോയിടുന്നു ഭുവനമേ വാസികളെ ശശുഭം വാണിടുവിൻ ലോകമായന്മാർക്കില്ല ഗുണം കാലം മൂലം പോകും നൽകാനെന്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശന്തൻ തിരുസന്നിധിയിൽ വൈരോഗ്യം സുമുഖേകും ഹൃദിയേ നീ സ്നേഹിതനു തുലസിക്കുന്നവനേകും കഥനം വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരെ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ തന്നെ പാഴൂഴിയിലുയരും ശൂശാന പൂക്കൾ കൈപ്പണിയല്ലാത്തൊരു വസ്ത്രം ചാത്തിടുമ്പോൾ ആദാമക്കൾക്കായിറുകുദിശ വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ
മിശിഹായിൽ പ്രിയരെ, പ്രിയപ്പെട്ട രാഹിലമ്മയുടെ മൃതസംസ്കാര ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ഭാഗമായ 4ാം ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മൃതദേഹം ദേവാലയത്തിൽ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ അമ്മ ഏറെ സ്നേഹിച്ച, പ്രാർത്ഥിച്ച, ഈ അമ്മച്ചിയുടെ സ്രോതസ്സായിരുന്ന ഈ പരിശുദ്ധ ദേവാലയവും ഈ ബലിപീഠത്തിലേക്ക് ഇതാ ഈ അമ്മ കടന്നു വന്നിരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ ഭദ്രാസനാധ്യക്ഷൻ അഭ്യുന്നതനായ മക്കാറിയോസ് പിതാവാണ്. പിതാവിനോട് ചേർന്ന് രൂപതയുടെ വികാരി ജനറാളച്ചനും മറ്റ് വന്നിയ പ്രിയ വൈദികർ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഏറ്റവും ഭക്തി ആദരവോടുകൂടി ഈ 4ാം ശുശ്രൂഷ ആരംഭിക്കാം. ബലഹീന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും 2 ലോകങ്ങളിലും നീക്കും ചൊരിയപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് വ്യർത്ഥലോകത്തിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഉയർപ്പ് ദിവസം വരെ നിന്റെ പരിശുദ്ധ മാലാഖമാരാൽ വഴി നടത്തപ്പെടുവാൻ ഇടയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആത്മാവ് മുഖപ്രസാദത്തോട് അവിടെ നിന്നെ എതിരേൽക്കുമാറാകണമേ. മോറാൻ വാലോഹാൻ ലോൽമീൻ. ആമേൻ. പോകട്ടൻ പ്രാർത്ഥന നിൻ സവിധേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിടണമെൻ യാചനയെ. കുഴിയിൽപ്പെട്ടവരൊപ്പം ഞാൻ. ഹല്ലേലൂയ. തുണയറ്റോനോട് തുല്യനുമായി മാറക്കുമോ. മെന്നോലം വാദാമൽ വാലം വൽമീനാമീൻ. ഹൃദയാർന്നാലേ സൗഭാഗ്യം നിങ്ങൾക്കു ധാനത്തിനാളിൽ. ഉൾക്കൊണ്ടൊരുതിരുവയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. സ്തവൻകാലോസ്. നാം എല്ലാവരും പ്രാർത്ഥിച്ചോർത്താവിൽ നിന്ന് അനുഗ്രഹവും കരുണയും മനോഗുണവും യാചിക്കണം. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനുഭവകാത്ത നല്ല ഉന്നതയും സദാ നേരവും ഇടപെടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടങ്ങിയവരുടെ പുനർജീവനും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന തനിക്ക് സ്തുതി. തന്നെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ ബക്കുലഹന്യോമോ സ്വതുഹായ. പാറക്കുമോർ കൃപയും സത്യവും വളരെയുള്ളവനും സനാതന തേജസ്സും ജീവനും മരണയില്ലായ്മയുടെ ഉറവിടവുമായ കർത്താവേ, നീ സകലത്തിൻ്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമാകുന്നു. നീ അത്യുഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും അത്രയും. നിന്റെ ദിവ്യദൃഷ്ടിയിൽ നിന്നും അറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളില്ല. അഗാധ ചിന്തകളും ഹൃദയ നിരൂപണങ്ങളും നിന്റെ മുമ്പാകെ പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങൾ അഭിനയങ്ങളും മാർഗങ്ങൾ ദുർഗങ്ങളുമാകുന്നു. മരണത്തെ മായ്ക്കുവാനും മനുഷ്യ സംഹാരകനായ സർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വത്സലപുത്രനായ യേശുമിശിഹായെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു.
നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും അനശ്വരവുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ ദാസിയുടെ പാവങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. ഈ ദാസിയുടെ തെറ്റുകൾ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസിയുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലത് ഈ ദാസിക്ക് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്നും ഈ ദാസിയെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഈ ദാസിയെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഈ ദാസിയെ രക്ഷിച്ചു കൊള്ളണമേ. ഈ ദാസിയുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കപോലെ ഈ ദാസിയെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ എല്ലാവരും കുറ്റക്കാരാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യം നീ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധ നാമവും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ ദാസിയിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ ദാസിയുടെ മേൽ ഉദിക്കുമാറാകണമേ. ഈ ദാസി വിശ്വസിച്ച ജയമുള്ള സ്ലീബാ ഈ ദാസിയെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശസംഭവമാക്കി തീർക്കണമേ. നിർമ്മലവും സന്തോഷപ്രദവും പാപരഹിതവുമായ ജീവിതം നയിച്ച് അന്ധകാര സേനകൾക്ക് വിധേയമാകാത്തതും സമാധാനപരവുമായ നിര്യാണം പ്രാപിക്കുവാൻ നിന്റെ ആരാധകരായ ഞങ്ങളെ യോഗ്യരാക്കണമേ. കരുണാപൂർവ്വം ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. എന്നാൽ നിന്നെ സ്തുതിക്കുന്ന എല്ലാവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമാകുന്നുവല്ലോ. കർത്താവേ, നിന്റെ അഭിഷേകത്തിനുള്ള പ്രത്യാശയിൽ ഞങ്ങൾക്ക് മുമ്പായി നിന്റെ അടുക്കിലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും മഹനീയവുമായ അവന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. കർത്താവെ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരെയും ഇവിടെ അവശേഷിക്കുന്നവരായ ഞങ്ങളെയും ആദ്യന്തമില്ലാത്ത നിന്റെ രാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധരുമായ സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരാക്കണമേ. ശുഭകുല ശുഭാലവൽമീൻ പാർക്കുമോ. ദൈവത്തിനോടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും നേകും നാം പ്രാപിക്കുമാറാകട്ടെ. ആമേൻ. വേഗം വന്നിടുക, നിന്നുടെ ദയയൻ മുൻപാകെ ജീവൻ അന്ത്യമാടുക്കുമ്പോൾ എന്നാത്മാവിൻ ചെയ്തികളും പ്രതിഫലമതു നേടിയിടുമ്പോൾ എന്നേട്ടങ്ങൾ തുണയേകാം. പൊന്നിന്നേതും വിലയില്ല, യേശു നീയൻ ദേവേശൻ. ന്യായാസനമതിലുപവിഷ്ടൻ, പുണ്യം നേടിയിട്ടില്ലെങ്കിൽ ധനമുതകില്ല ധനവാന്. ശുദ്ധതയില്ലെങ്കിൽ പാപം പെട്ടവനും തുണ കേട്ടിടാം. ഉത്തമനെ മനുജ പ്രിയനെ അവിടെ മേൽ കൃപ ചെയ്യണമെൻ ഏവം ഞാനർത്ഥിക്കുന്നു. ശിഹാരാജാവേ, മൃത്യു
കഷ്ടതയില്ലാത്തോരാ ശാശ്വത ജീവസ്ഥാനത്തിൽ സകല വിശുദ്ധന്മാരൊപ്പം ദാസിവൾ തന്നാത്മാവിൻ ആശ്വാസം ശാന്തിയോടെ മാറക്കുമോ മെൻവോലം വാദാമൽ വോലം മീനാമീൻ നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാൻമാർ പുണ്യപ്പെട്ടോ ഒന്നിച്ചേകും അവർക്കാശ്വാസം സംസർഗേ പുത്രൻ ദൈവം കരുണിവനായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഇഹലോകവാസം വെടിഞ്ഞ ഈ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇദാസി പിശാചുക്കളുടെ ബലമേറിയ പിടിയിൽ നിന്നും അദൃശ്യരും വായുമണ്ഡലവാസികളുമായ വഞ്ചകരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കപ്പെടുമാറാകണമേ. എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളോടുള്ള നിന്റെ ബഹുലമായ കരുണയാൽ ഈ ആത്മാവ് നിന്റെ വിശുദ്ധരുടെ നിവാസ സ്ഥലങ്ങളിൽ നിന്നും ജീവനുള്ളവരുടെ പട്ടണങ്ങളിൽ നിന്നും വന്നു ചേരുമാറാകണമേ. ആമേൻ. ശ്വാസം നൽകാം പോവുക സഹജേ ഭൂവാസം നിരസിച്ചോളെ രാജകുമാരൻ പാർപ്പിക്കും മണിയറ തന്നിൽ നീ വീടാരെയും സുതരെയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും. കൂട്ടായി നിൻ സ്ലീബ ഭീകരമാം കടവതിലാർന്നു പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കട്ടെ. ശ്രീവ താക്കോലാൽ പരദേശിൻ വാതിലിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിടട്ടെ. സ്നേഹായുടെ വനസ്തുതി അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെ നേക്കുമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോട്
നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്നാൽ അധികാരപൂർണമായ ആചന്തവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദമുയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നതായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നിൻമുഖശോഭ ഇവളിലുദിപ്പിക്കണം. കാരുണ്യാധിക്യാൽ രക്ഷയുമേകണമേ. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് അതിനെ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായ യേശുവിന് സ്തുതികളും നാം എല്ലാവരും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ും
എന്നാൽ എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു സത്യം, ഒരു മരണം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്നുള്ള വിടപറച്ചിൽ. ആ വിടപറച്ചിൽ അത്രമാത്രം പ്രയാസമുണ്ടാക്കുന്നതായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും. എന്നേക്കുമായി ദൈവസന്നിധിയിലേക്ക് നാം ഓരോരുത്തരും പോകേണ്ടവരാണ് എന്ന തിരിച്ചറിവിൽ മരണത്തെയും അന്ത്യസംസ്കാര ശുശ്രൂഷകളെയും നാം ഉൾക്കൊള്ളുമ്പോൾ കാണുമ്പോൾ അവിടെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ, നമ്മുടെ ഈ സംസ്ഥാനത്ത്, ഒരു പക്ഷേ നമ്മുടെ ദേശത്ത് തന്നെ സമാനതകളില്ലാതെ ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് ഈ അമ്മച്ചി കടന്നു പോയിരിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ പ്രത്യേകമായി കുർബാനയിൽ അമ്മച്ചിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ അന്ത്യസംസ്കാര ശുശ്രൂഷയിൽ വന്നു ചേരുവാൻ വേണ്ടി ഇന്നലെ ഉച്ച കഴിഞ്ഞുള്ള എൻ്റെ ചില പ്രോഗ്രാം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു, അത് ക്യാൻസൽ ചെയ്താണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ അന്ത്യസംസ്കാര ശുശ്രൂഷ നമുക്കെല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ്. ശതായുഷിയായി ഈ അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ അമ്മച്ചിയുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഈ വിശ്വാസം കൂട്ടാനിരിക്കും, ഈ പ്രദേശത്തിനും അങ്ങനെ ഈ അമ്മയെ അറിയുന്ന എല്ലാവർക്കും അത് വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് ഭാരതത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിക്ക് 126 വയസ്സാണ്. അദ്ദേഹം ഇപ്പോഴും യോഗാസനം ചെയ്യും, നടക്കും, തൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും, സംസാരിക്കും. വാരണാസിയിലാണ്. ഒരുപക്ഷെ നിങ്ങളത് നിങ്ങളുടെ മൊബൈലിൽ കണ്ടു കാണുന്നതായിരിക്കും. 86 വയസ്സുള്ള ഒരു അമ്മച്ചി, പ്രായം കൂടി, എന്നെ കൊണ്ടൊന്നും വയ്യ. അപ്പം പ്രായം കൂടിയ ആൾക്കാരുടെ ഒരു ഫോട്ടോ, അവരുടെ ജീവിതചര്യ ഈ അമ്മച്ചിയെ കാണിച്ചാൽ ഒരു പക്ഷേ കുറച്ചുകൂടെ പോസിറ്റീവായി ചിന്തിക്കും എന്ന് വിചാരിച്ച ആ മകൻ തൻ്റെ അന്വേഷണത്തിൽ ഈ മുത്തച്ഛനിലേക്ക് എത്തുകയാണ്. അപ്പോൾ 86-ഉം 126-ഉം തമ്മിലുള്ള വ്യത്യാസം ഒരു ഗുണപരമായ പോസിറ്റീവായിട്ടുള്ള എനർജി സൃഷ്ടിക്കാൻ ഈ പ്രായമുള്ള വ്യക്തികൾ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്നു. ഇന്ന് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോകുന്ന ഈ അമ്മച്ചിയുടെ ജീവിതചര്യ 113 വർഷക്കാലം, ഒരു നൂറ്റാണ്ടിൽ കൂടുതൽ ഈ ലോകത്തിൽ ജീവിച്ച് ഇന്ന് ഇവിടെ പറയുമ്പോൾ ദൈവം എങ്ങനെ ഈ അമ്മച്ചിയെ അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ ചിന്തിച്ചത്. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്ക് ദീർഘായുസ്സ് ലഭിക്കും.
എൻ്റെ മനസ്സിന് കിട്ടിയ ഉത്തരം ഈ അമ്മച്ചിയുടെ മാതാപിതാക്കളെ മകളായി, എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ മരുമകളായി ഈ അമ്മച്ചി ബഹുമാനിച്ചു, ആദരിച്ചു, സ്നേഹിച്ചു, അവരുടെ ശുശ്രൂഷ ചെയ്തു. അത് ദൈവസന്നിധിയിൽ പതിഞ്ഞു. അല്ലാതെ വേറൊരു കാര്യവുമില്ല. അതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അങ്ങനെയുള്ള അമ്മച്ചിയുടെ വേർപാടിൽ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഈ അമ്മച്ചിയുടെ മാധ്യസ്ഥമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അനുഗ്രഹമായി മാറും. കർത്താവിന്റെ പ്രിയ സഹോദരങ്ങളെ, ദുഃഖത്തെക്കാൾ കൂടുതൽ ഒരു ആനന്ദ നിർവൃത്തി വിശ്വാസ ജീവിതത്തിൻ്റെയും പൊതുവായ സാമൂഹ്യ ജീവിതത്തിൻ്റെയും ഓരോ ഏടുകളിലും ഈ അമ്മച്ചിയുടെ ജനസാന്നിധ്യം, അവൾ തൻ്റെ കുടുംബത്തിന് കൊടുത്ത ആധ്യാത്മിക ഭൗതികമായ തലങ്ങൾ, തൻ്റെ മക്കളെ വളർത്തുന്നതിലും പരിപാലിക്കുന്നതിലും ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിലും അവൾ കാണിച്ച ആ ജീവിത ശൈലി, ഇതെല്ലാം കൂടി ആ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറി. വിശ്വാസം, ശരണം, സ്നേഹമാകുന്ന തിരികൾ തെളിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ അവൾ കാത്തു സൂക്ഷിച്ചു, ആ വിളക്ക് കത്തിച്ചു. ഞാൻ അവസാനമായി ഒരു രൂപതാധ്യക്ഷനായതിനു ശേഷം ഈ ദേവാലയത്തിൽ വന്നപ്പോൾ 1-2 പ്രാവശ്യം പരിശുദ്ധ ബലിയെ സംബന്ധിച്ച അമ്മച്ചിയെ ഞാൻ ഓർക്കുന്നു. ദേവാലയത്തിലുള്ള ബന്ധം അത്രമാത്രം അവളെ ശക്തിപ്പെടുത്തിയിരുന്നു. ബൈക്കിന്റെ പുറകിലുമിരുന്ന് കൊച്ചുമക്കളാൽ ഈ ദേവാലയത്തിലേക്ക് അവൾ ആനയിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് വണ്ടി എന്നുള്ളതല്ല, ദേവാലയത്തിൽ പോയി പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, വിളക്കമെടുത്ത് മണവാളനെ എതിരേറ്റ കന്യകയ്ക്ക് സമാനമായി ഈ അമ്മച്ചി കടന്നു പോകുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച വലിയൊരു മാതൃകയായി, ദൈവാനുഗ്രഹത്തിൻ്റെ നേർക്കാഴ്ചയായി, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും പാപരഹിതമായിട്ടുള്ള ഒരു ജീവിത സമർപ്പണത്തിൻ്റെയും അടയാളം ബാക്കി നിർത്തിക്കൊണ്ട് അവൾ കടന്നു പോകും. ഈ ലോകത്തിലായിരുന്നു അതിൻ്റെതായ പരിമിതികളുണ്ട്. കുറവുകളുണ്ടെങ്കിൽ തമ്പുരാനത്താൽ പൊറുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെല്ലാം ഈ രീതിയിലുള്ള കർത്താവിൻ്റെ കരുണ ഈ വേർപെട്ട വ്യക്തിയിലേക്ക്, ആത്മാവിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ്. ഇത് നമ്മളെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുന്നതും നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് പ്രത്യേകമായി ആ വിവേകശൂന്യരായ കന്യകകളോട് പറഞ്ഞത്, എപ്പോഴും ജാഗ്രതയോടുകൂടിയായിരിക്കുക. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഈ ലോകത്തിൻ്റെ പരിമിതിയിലും പരിമിതമായ ജീവിത അവസ്ഥയിലും നാം ആയിരിക്കുമ്പോൾ നമുക്കുള്ള എന്നേക്കുമായുള്ള വാസസ്ഥലം നമ്മുടെ കർത്താവിനോട് കൂടി ഉള്ളതാണെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ഈ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നീക്കപ്പെടേണ്ട ഒരു സമർപ്പണത്തിൻ്റെ ജീവിതത്തിൻ്റെ അനിവാര്യത നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ ഈ അമ്മച്ചി നമുക്കൊരു മാതൃകയായി ദൈവസന്നിധിയിലേക്ക് കടന്നുപോകുന്നു. ഈ കൂട്ടായ്മയ്ക്ക് അവൾ നൽകിയിരിക്കുന്ന ആ വിശ്വാസ സത്യത്തിൻ്റെ, പ്രത്യാശയുടെ, കരുതലിൻ്റെ,
സാഹോദര്യത്തിൻ്റെ, കൂട്ടായ്മയുടെ ആ നന്മകളെ തിരിച്ചറിയുവാൻ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അമ്മച്ചിയുമായി ബന്ധമുള്ള ഓരോരുത്തർക്കും അവിടെ ദീർഘായുസിന്റെ വലിയ രഹസ്യം അത് അവരുടെ മാതാപിതാക്കളെ ബഹുമാനിച്ചതുകൊണ്ടാണെന്ന് തിരുവചനം നമ്മളോട് സൂചിപ്പിക്കുന്നത് പോലെ നമുക്കും ഉറച്ചു വിശ്വസിക്കാം. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളും തങ്ങളുടെ മാതാപിതാക്കളെ ഏത് രീതിയിൽ പരിപാലിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു സമയം കൂടിയാണ്. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, നാം എല്ലാവരും ഈ ലോകത്ത് കടന്നു പോകും. എന്നാൽ എങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയായി, മറ്റുള്ളവർക്കൊരു പ്രേരക ശക്തിയായി, പ്രേരണയായി, ഒരുപക്ഷെ നമ്മളെ കൂടുതൽ നന്മകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിച്ച് ദൈവത്തെ മാറ്റപ്പെടുത്തുന്ന ഒരു മനസ്സോടുകൂടി ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി സ്വർഗത്തിലായിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ ഈ ഇടവകയുടെ സ്വർണ്ണ ജൂബിലിയുടെ അവസരം ഈ ഓരോ കുടുംബങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കട്ടെ. കൂടുതൽ സന്തോഷത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും അടയാളമായി നമ്മുടെ ആഘോഷങ്ങൾ മാറുന്നതിന്, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിനും, അതാണ് ദൈവ ശുശ്രൂഷയെന്ന് തിരിച്ചറിയുന്നത്. അതോടൊപ്പം നമ്മുടെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൈവനിയോഗം വ്യക്തിപരമായും കുടുംബപരമായും കൂട്ടായ്മയായും ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടി ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുണ്ടെന്നും അത് നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ജീവിക്കുന്നത് വഴി മറ്റുള്ളവർക്ക് നന്മയുടെ ഒരു മാർഗമായി മാറ്റുന്നത് വഴി സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം നമ്മളായിരിക്കുന്നിടത്ത് സൃഷ്ടിക്കുന്നത് വഴി സാധ്യമാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ അമ്മച്ചിയുടെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വേർപാട് തീർച്ചയായിട്ടും ദുഃഖമുണ്ടാക്കുന്നതാണ്. ഇനി ഒരിക്കലും ഇന്നലെ കണ്ടതുപോലെ കാണുവാൻ ഈ അമ്മച്ചിയോ അമ്മച്ചിയുടെ സാന്നിധ്യമോ നമ്മളിലില്ല. നമ്മുടെ കർത്താവ് തന്നെ ഗൗരവത്തായ ബലിയർപ്പിച്ച് ഉദിതനായി സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ മഹത്വത്തിലേക്ക് കയറിയതുപോലെ ഈ അമ്മച്ചിയും കടന്നു പോകുന്നുവെന്നും, എന്നാൽ ലഭ്യമായി ദൈവത്തോടുകൂടിയായിരിക്കുന്ന ദൈവിക സാന്നിധ്യം ഇന്ന് തന്റെ ഉപദാശം വഴി, തന്റെ വചനം വഴി, തന്റെ സാന്നിധ്യം വഴി ഈ ലോകത്തും നമ്മുടെ സഭയിലും നമ്മുടെ വിശ്വാസത്തിലും നമുക്ക് ശക്തമായ പ്രകാശമായി അടിസ്ഥാനമായി നമ്മോടുകൂടി ആയിരിക്കുമ്പോൾ തൻ്റെ മക്കളെല്ലാവരും ആ രീതിയിൽ അതിൽ പങ്കുചേരുന്നുവെന്നുള്ള ആ വലിയ വിശ്വാസം ഈ അമ്മച്ചിയുടെ ജീവിതത്തിനും തക്കതായ പ്രതിഫലം നൽകിക്കൊണ്ട് അവളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനോടുകൂടി ആയിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഭദ്രാസനത്തിൻ്റെയും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും ഇവിടെ സന്നിഹിതരായിരുന്ന ഓരോ മക്കളുടെയും നിങ്ങളുടെ ദുഃഖത്തിലുള്ള പങ്കുചേരലും അനുശോചനവും പ്രാർത്ഥനയും നേർന്നുകൊണ്ട് ഈ അമ്മച്ചിയുടെ ആ ദീർഘായുസ് നമുക്ക് ഓരോരുത്തർക്കും ശക്തി പകരട്ടെ. ദൈവം അവളെ അംഗീകരിച്ചത് അവളുടെ മാതാപിതാക്കളെ അവൾ ബഹുമാനിച്ചതുകൊണ്ട്, ആദരിച്ചതുകൊണ്ട്. വചനം അതാണല്ലോ പറയുന്നത്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർ ദീർഘകാലം ജീവിക്കും. എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അമ്മച്ചിയുടെ വേർപാട് ദുഃഖിക്കുന്ന മക്കളെല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രയാസം സന്തോഷമായി മാറട്ടെ. കാരണം അവൾ പോകുന്നത് നിത്യതയിലേക്കാണ്, ദൈവസന്നിധിയിലേക്കാണ്. ദൈവത്തോടു കൂടി ആയിരിക്കുന്നതിനും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനുമാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അഭിനന്ദ പിതാവേ, സ്നേഹം നിറഞ്ഞ വൈദികരെ, കർത്താവിൽ പ്രിയരെ, പ്രിയപ്പെട്ട രാജേലമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സാന്നിധ്യം വഴിയായി, പ്രാർത്ഥന വഴിയായി, സഹകരണം വഴിയായി സഹായിക്കുകയും ചെയ്ത നിങ്ങളേവരോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുവാനാണ് ഞാനിവിടെ ആയിരിക്കുക. 2 ആഴ്ച മുമ്പും
ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ കണ്ടപ്പോൾ ഏറെ സന്തോഷത്തോടെ പ്രായത്തെ അതിശയിക്കുന്ന 113-ാമത്തെ വയസ്സിലും സുബോധത്തോടെ എന്നോട് സംസാരിച്ച പ്രിയപ്പെട്ട അമ്മച്ചി, നമുക്ക് 49 ആകുമ്പോഴത്തേക്ക് ബോധം പോലും നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സുബോധത്തോടെ 113 വർഷം ദൈവാശ്രയത്തിൽ ജീവിച്ച പ്രിയപ്പെട്ട അമ്മച്ചി ഓർക്കുമ്പോൾ ഏറെ സന്തോഷവും ദൈവസന്നിധിയിൽ നന്ദി മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ ഈ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്നത്തെ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികം വഹിക്കുകയും ചെയ്ത നമ്മുടെ രൂപതാധ്യക്ഷൻ പിതാവിനോടുള്ള കുടുംബത്തിന്റെയും ഇടവകയുടെയുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. പിതാവിനോട് ചേർന്ന് നമ്മുടെ ഭദ്രാസനത്തിന്റെ വികാരി ജനറൽ സ്നേഹം നിറഞ്ഞ എഴുത്തുപുത്രനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എബ്രഹാം സണ്ണി കോറപ്പിസ്കോപ്പാച്ചനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ജില്ലാ വികാരി സ്നേഹം നിറഞ്ഞ സക്രിയാസ് നന്ദി അച്ഛൻ ഇന്നലെയും ഇന്നുമായി ഭവനത്തിൽ വരികയും പ്രാർത്ഥനകൾക്കൊക്കെ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കട്ടെ. നമ്മുടെ സെമിനാരി ഡയറക്ടർ സ്നേഹം ദാനിയേൽ കടകംപള്ളി അച്ഛൻ, നമ്മുടെ ബദരിയാശ്രമം ഇന്ത്യയുടെ സുപ്പീരിയർ സ്നേഹം നിറഞ്ഞ തോമസ് ബിജിലി OIC അച്ഛൻ എന്നിവരുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ജൂബി കൊള്ളാപ്പുറത്തച്ഛനും ലൂക്കോസ് തലകച്ചനും ഭവനത്തിൽ പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു. 2 വരിയിലുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഡേവിഡ് CPOIC അച്ഛനും അതുപോലെ ബഹുമാനപ്പെട്ട ജോൺ പുത്തൻകണ്ടത്തിലച്ഛൻ ഇന്നലെയും ഇന്നുമായിട്ട് ഈ 2 വൈദികരുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഈ 2 വന്യ വൈദികരോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇവരോട് ചേർന്ന് നമ്മുടെ സഹോദരി സഭയിലെ വൈദികരെ ഇന്നലെയും ഇന്നുമൊക്കെയായി ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സമർപ്പിത സഹോദരികൾ, നമ്മുടെ സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് ഇച്ചിലമ്പാടി മഠത്തിലെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് മരണവാർത്ത നിമിഷം മുതൽ അമ്മച്ചിയോട് ചേർന്ന് എല്ലാ കാര്യങ്ങൾക്കും അത് ആ ഭവനത്തിൽ കൂടെ ഉണ്ടായിരുന്നു. ഇച്ചിലമ്പാടിലെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ നിര്യാടി വന്ന സിസ്റ്റേഴ്സ്, അതുപോലെ DSSലെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. 113 വർഷം ദീർഘമായി ജീവിച്ച ഈ അമ്മച്ചിയോടുള്ള നാം ഓരോരുത്തരുടെയും നന്ദി, നാം ഓരോരുത്തരുടെയും കടപ്പാട്, നാം ഓരോരുത്തരുടെയും വലിയ സ്നേഹം നമ്മുടെയൊക്കെ സാന്നിധ്യം വഴി ഇവിടെ പ്രകടമാണ്. പ്രത്യേകിച്ച് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസ കൂട്ടായ്മയുടെ ഏറ്റവും തലമൂത്ത ഒരാളായിരുന്നത് പ്രിയപ്പെട്ട അമ്മച്ചി. പള്ളിക്ക് ഗോൾഡൻ ജൂബിലി ആകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസരത്തിലാണ് 113 വർഷം ഈ പ്രദേശത്തും ഈ ലോകത്തിലുമൊക്കെയായി ആത്മീയ ജീവിതത്തിൽ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട അമ്മച്ചിയോടുള്ള ഇടവകയുടെ ആദരവ് സൂചകമായി ഇടവകയുടെ ട്രസ്റ്റിയും ഇടവകയുടെ സെക്രട്ടറിയും ചേർന്ന് ഇടവകയുടേതായ ഇപ്രകാരമുള്ള ആദരവും അനുശോചനവും ഇപ്പോൾ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചി എല്ലാ ആത്മീയ സംഘടനകളിലും സജീവ സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ മലങ്കര കത്തോലിക്ക അസോസിയേഷൻ ഇച്ചിലമ്പാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉള്ള നമ്മുടെ റീത്ത് ഇപ്പോൾ സമർപ്പിച്ച് ഭക്തസംഘടനകളുടെ ആദരവ് ഈ സമയത്ത് അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും ഇവിടെ കടന്നു വന്ന സകലരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒക്കെ ഏറെ അനുഗ്രഹപ്രദമായിരുന്നു. ഇവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഉത്തരീയ പ്രാർത്ഥനയ്ക്കായി എഴുന്നേറ്റ് നിൽക്കാം. നാം എല്ലാവരും ഭംഗിയായി നിന്ന് സങ്കടപൂർവ്വം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. മരണമുള്ള ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനായ മിശിഹാതമ്പുരാനേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ നിദ്ര പ്രാപിച്ചവരും നിന്റെ കരുണ ആഗ്രഹിക്കുന്നവരുമായ എല്ലാവർക്കും നിന്നിൽ നിന്ന് പാപമോചനവും കരുണയും ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നാം ശബ്ദമുയർത്തി 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം.
സമർപ്പിക്കും.
എന്റെ സഹോദരങ്ങളെയും സ്നേഹിതരെയും പ്രതി നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയം നിമിത്തം നിന്റെ നന്മയ്ക്കായി ഞാൻ പ്രവർത്തിക്കും. സഭയും പരിശുദ്ധാത്മാവാം നിന്നെ ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി കാരാഗ്രഹത്തിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ അതിന് ഞങ്ങളുടെ സ്വർഗീയ മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനന്മാരും ഭാവികളുമായ ഞങ്ങളും പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഞങ്ങളുടെ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും ശാന്തിയും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവാദിയും സർവ്വരാജാവുമായ കർത്താവേ നിന്നെയും യേശുമിശിഹായ ഏകപുത്രനായ ദൈവമായ കർത്താവേ നിന്നെയും പരിശുദ്ധ റൂഹായുടെ കൂടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമേ എന്റെ ചെവിയാൽ ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നീ മാത്രം പരിശുദ്ധനാകുന്നു, ൂടെ നീ മാത്രം കർത്താവാകുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെയുമായ സുരക്ഷിതയുടെ കർത്താവേ, വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമം സ്തുതിക്കപ്പെട്ടതും പ്പെട്ടതുമാകുന്നു. നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധരായിരിക്കും ചേർച്ചയാകുന്നു. അതിപ്പോൾ എല്ലാ സമയത്തും ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടും ദൈവീക യോഗ്യതയോടും ക്രൈസ്തവോചിതമായ പിതമിശിയാൽ ശരണപ്പെട്ട് നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ ദൈവം തൻ്റെ നിർമ്മല കരങ്ങളിൽ സ്വീകരിക്കുവാൻ തൻ്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണ്ണമായ ഉന്നത സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വിരുന്നും ഇവൾക്ക് നൽകട്ടെ. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കേൾവിയിൽ പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായി ദൈവം തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദാനം കർത്താവ് ഇവൾക്ക് പ്രദാനം ചെയ്യട്ടെ. കർത്താവ് ഇവളുടെ പാപങ്ങൾ പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ. അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വെച്ച് ഇവൾ ചെയ്തിട്ടുള്ള പാപങ്ങളും പിഴകളും ദൈവം മായിച്ചു കളയട്ടെ. സമൃദ്ധമായ തൻ്റെ കരുണയുടെ ബഹുലത നിമിത്തം താനവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഇവളുടെ മേലും താൻ കരുണ ചെയ്യട്ടെ. ഇവളുടെ വേർപാടിൽ ദുഃഖിച്ചും വിലപിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ മിശിഹാതമ്പുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാകട്ടെ. വത്സല സഹോദരരെ പരസ്പരം ആശ്വസിപ്പിക്കുവേൻ, ധൈര്യപ്പെടുത്തുവേൻ. മരിച്ചവനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുവേൻ. മരിച്ചവനെ നീതിയെ കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നതെന്ന് എന്നുള്ള വേദവാക്യം നിങ്ങളുടെ സവിശുദ്ധ സഭയുടെ മക്കളായി നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചു കൊള്ളുവേനെന്ന് അരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ. ദൈവമാതാവായ മറിയാമിൻ്റെയും സർവ്വവിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള ശരണത്തോടുകൂടെ പ്രാപിച്ച ഭക്തിയായ ദാസിയെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവകൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ും
പൂച്ചെടി പോലെ പാർക്കുമോ. മൂലം ആദാമതുപോലം വൽമീനാമേ. മരണമണഞ്ഞൊരു ദാസരനീ ജീവാസരമതുണർത്തണമേ. പറയുന്നും ബർദീസായിക്കായി സോമൻകാലസ്കുറിയേലായിസോൻ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഹൃദയം ഏവർക്കും നൽകുന്നു. അവരുകളുള്ളിൽ നീങ്ങനവരോട് എഴുന്നേറ്റു ഉയരേകൂ നീ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുമോ. പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാനങ്ങത്തെട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താവന്നരുളിഞ്ഞു മഹത്വം. മുറിയോറാഹേ മലയിനു ആധാരേ. ഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ വിപുലമാക്കണമേ. ആശ്രയത്തോടുകൂടെ നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളെ മരിച്ചുപോയവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. യാക്കോബിനെ മണിയിലവരെ നീ പാർപ്പിക്കണമേ. ആയവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നുവെന്ന് ശരീരമാറാകണമേ. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്ന ഈ അന്ത്യ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ ഭർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ ഭർത്താവ് നിങ്ങളെയും മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ബലഹീനവും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടമാക്കി തീർക്കണമേ. ദിശേമാബോഷോ ഓഷോ കുടുംബാംഗങ്ങൾ മാത്രം ശ്രീകാമുത്തുക. കുടുംബാംഗങ്ങൾ മാത്രം പിതാവിന്റെ ശ്രീകാമുത്തുക. ബാക്കിയുള്ളവർ കുന്തിരിക്ക വിടാം. കബറിൽ കുന്തിരിക്ക വിടാം. എല്ലാവർക്കുമായി ചെറിയൊരു റിഫ്രഷ്മെന്റ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും പങ്കെടുത്തിട്ടേ പോകാവെന്ന് കുടുംബത്തിന്റെ പേരിൽ അറിയിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു.
ഇത് എടുത്തിട്ട് അത് വിട്ടേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇതുണ്ടല്ലോ ഇവിടെ അവിടെ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ എല്ലാവരും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലോ. തുമ്പിങ്ങനെ നീട്ടി
Thank you.
ഞാൻ
ആ ശരി, ഞാനൊന്ന് അങ്ങോട്ട് വരാം.
ചെറുത് മാത്രം അവൻ കത്തിച്ചിട്ടാ അവന്റെ ആഗ്രഹമല്ലേ അവിടെ എവിടെ വേണേ കത്തിച്ചു അണ്ണൻ കത്തിച്ചു എണ്ണ കത്തിച്ചു ഇവിടെ ഇതാണ് ഇതൊന്ന് അങ്ങനെ പിടിച്ചോണ്ടിരിക്കേണ്ടി വരില്ലേ അഗർബത്തി പോകണം ആറ് കൊണ്ട് ഇവിടുത്തെ തൊട്ടില്ലെങ്കിൽ ഞങ്ങൾ വരയ്ക്കുന്നുണ്ട് നീ എങ്ങനെ വരയ്ക്കുന്നത് അല്ലെ കപ്പിക്കോളും അല്ലെങ്കിൽ എത്ര പിടിച്ചാൽ മാറും അല്ലെങ്കിൽ ഒരു വൈകുന്നേരം അവിടെ നിൽക്കുമോ ബാക്കിയുണ്ടോ ഇരുപൂറിന് കത്തിച്ച് 8-5 പത്താവില്ലേ 5-5 പത്താല് ആറ് ഒരു ചെറിയ അത് കത്തിച്ച ശരി കാപ്പിടും അഞ്ചരകളൊഞ്ച് പത്താലേ ദോശ അഞ്ചരകളൊഞ്ച് 2 പത്താല ആരെ ಬೇಜಾರಾಪಣ ನೋಡಿ ಆರೋಗ್ಯ ಮಾತ್ರ ಇದು ಆಡ್ಬೋದು ವೇಸ್ಟ್ വിൽസൺ വിളിച്ച് തിരി കൊണ്ടു പ്രധാനയിലും കണ്ടോ അവിടാന്നറിയാതെ അപ്പുറത്തെ അവിടെ കത്തി പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണം അവിടെ കത്തിച്ചോപ്പാ അപ്പൊ ശരി അവിടെ സാമ്പ്രാണി അവിടെ കത്തിച്ചോ സാമ്പ്രാണി അവിടെ വെച്ചു ഇവിടെ തന്നെ ഇവർ 3 പേർക്കൂടെ ഒരുമിച്ച് കിട്ടും ഇവിടെ 3 പേർക്ക് ഒരുമിച്ച് കിട്ടും അവിടെ മലക്കര പള്ളിയിൽ ആദ്യത്തെ അടക്കാൻ ഇങ്ങനെ ഞാൻ പറയുന്നത് കയ്യിലിരിപ്പ് നല്ല ഉണ്ടെങ്കിൽ മക്കളും കൊച്ചുമക്കളും തലമുറ
പ്ലാനിങ് നടത്തും. ഇത് 35-40 ആകുമ്പോൾ പാടി പോയി കഴിഞ്ഞാൽ എന്നെ ചെയ്യാൻ പറ്റും. നമുക്കൊന്നും ഇതൊക്കെ എവിടെ കിട്ടാൻ സോപ്പ് കിട്ടും. ശവം കിട്ടിയാ കിട്ടി. 50 വരെ തികയില്ല. 50 വരെ തികയില്ല. നമുക്ക് വേറെ ആരും നന്മ ചെയ്യുന്നവരെ ആദ്യം പറ്റിപ്പോകും. കുറെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉണ്ടാക്കി നിൽക്കാമെങ്കിൽ ചിലപ്പോൾ അവന് 60-70 കാര്യങ്ങളൊക്കെ നടത്തുന്ന അവരൊക്കെ പന പോലെ അതൊന്നും തിരിച്ചു കൊണ്ടുണ്ടോ അവന് അതിന്റെ കൂടുതലുണ്ട് അവിടെ വെച്ചാൽ മതി. പിന്നെ നാളെ വരുന്നിട്ട് അവിടെ നിർത്ത് കത്തിക്കും.